പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ച്. പാർലമെന്റിലെ പുക സ്പ്രേ പ്രതിഷേധത്തിന്റെ മുഖ്യ ആസൂത്രകൻ ലളിത് ഷാ എന്ന വ്യക്തിയാണെന്ന സൂചന. ബംഗാളിലെ നിരവധി NGOകളുമായി ലളിത് ഷായ്ക്ക് ബന്ധമുണ്ട്. ഇന്നലെ പാർലമെന്റ് പുറത്തുണ്ടായിരുന്ന ഇയാൾ സംഭവശേഷം സുഹൃത്തിന് വാട്സപ്പിലൂടെ ഒരു വീഡിയോ അയക്കുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ലഭിച്ചത്? ഗുഡ് മോർണിംഗ്. ഇന്നലെ പാർലമെന്റിൽ നടന്ന പുക സ്പ്രേ പ്രതിഷേധത്തിന്റെ മുഖ്യ ആസൂത്രകൻ ബീഹാർ സ്വദേശി ലളിത് ഷായാണെന്ന് ഇപ്പോൾ അന്വേഷണ സംഘം പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട്. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ആ നിലയിലുള്ള സൂചനകളാണ് നൽകുന്നത്. ലളിത് ഷാ ബംഗാളിലെ നിരവധി NGOകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ്. പ്രത്യേകിച്ച് ബംഗാളിലെ പിന്നാക്ക ജില്ലകളായ ഝാർഗ്രാം, അതോടൊപ്പം തന്നെ പുരുലിയ തുടങ്ങിയ ജില്ലകളിലൊക്കെ നിരവധി NGOകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇതുവഴിയാണ് ഇപ്പോൾ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഒരു വാട്സാപ്പ് സന്ദേശം അയച്ച കൊൽക്കത്തയിലെ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള നിഖിൽ ഷാ ആയിഷ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കാണ് ഈ സന്ദേശം അയച്ചിരുന്നത്. അത് പാർലമെൻറ്റിന് പുറത്തു നടന്ന ഈ മറ്റു 2 പേർ പിടിയിലായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ചാണ് അയച്ചത്. ഇത് നിങ്ങൾ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോ സുരക്ഷിതമായി സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് വിദ്യാർത്ഥി പിന്നീടാണ് അതിൻ്റെ പ്രതികരണം നടത്തുന്നത്. അതായത് താനപ്പോൾ കോളേജ് ക്ലാസ്സിലായിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥി നിഖിൽ ഷാ പറയുന്നത്. പിന്നീട് ഈ വീഡിയോ കണ്ടപ്പോൾ താൻ ഇതെവിടെയാണ് സംഭവിച്ചത് എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ അതിന് പ്രതികരണം നടത്തിയിട്ടില്ല. ഈ നിഖിൽ ഷാ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഒരു NGO ഉണ്ട്. ആ NGOയിലെയും അത് സാമ്യവാദി സുഭാഷ് ചന്ദ്രബോസ് സഭ, അതായത് സോഷ്യലിസ്റ്റ് സുഭാഷ് ചന്ദ്രബോസ് സഭ എന്ന പേരിലുള്ള ഒരു NGOയുടെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി കൂടി ഈ ലളിത് ഷാ പ്രവർത്തിക്കുകയായിരുന്നു. അതെങ്ങനെയാണ് ലളിത് ഷായെ ഇതിൻ്റെ സെക്രട്ടറി ആക്കിയത് എന്ന് കൊൽക്കത്തയിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ ആളുകൾ ചോദിച്ചപ്പോൾ ഈ വിദ്യാർത്ഥി മറുപടി നൽകിയത് തനിക്ക് ബംഗാളിൽ വിപുലമായ ബന്ധമാണുള്ളത്, അതുകൊണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു ഇയാൾ. ഇവർ തമ്മിൽ പരിചയപ്പെടുമ്പോൾ അതുകൊണ്ടാണ് ഇയാളെ ജനറൽ സെക്രട്ടറി ആക്കിയത്. മാത്രമല്ല തങ്ങൾ ഈ NGOയിലുള്ള കൂടുതൽ പേരും വിദ്യാർത്ഥികളാണ്, അവർക്ക് കൂടുതൽ സമയം പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ പുരുലിയ പോലുള്ള സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുക എന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവിടങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെന്ന് അവകാശപ്പെട്ട ഈ ലളിത് ഷായെ സെക്രട്ടറി ആക്കിയത് എന്നാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇയാൾ ഇതിനിടയിൽ തന്നെ ഈ NGOയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാൻ കഴിയുമോ എന്ന സാധ്യതയും ആരാഞ്ഞിരുന്നു എന്നും ഈ നിഖിൽ ഷാ എന്ന വിദ്യാർത്ഥി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവ സമയത്ത് പാർലമെൻറ്റിന് പുറത്ത് ലളിത് ഷാ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ലളിത് ഷാ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇത് കൂടാതെ രവി മനോജ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 5 പേർക്ക് പുറമെ മറ്റു 2 പേർ കൂടി പ്രതികളാകും എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. മറ്റൊരു വിവരം, അമോൽ ഷിൻഡെ എന്ന് പറയുന്ന ഈ 25 വയസ്സുകാരൻ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശിയാണ്. മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ നിന്നാണ് ഈ പുക സ്പ്രേക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഷെല്ല് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് എന്നാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. ഇവർ 10-ാം തീയതിയാണ് ഡൽഹിയിലെത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, മൈസൂരുവിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, UPയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന് ഇവർ അവിടെ എത്തുകയും 10-ാം തീയതി ഇന്ത്യ ഗേറ്റിനു സമീപം ഇരുന്ന് പ്രാഥമികമായ കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. നേരത്തെ കഴിഞ്ഞ ജൂലൈ മാസം ഈ സാഗർ ശർമ്മ എന്ന ഉത്തർപ്രദേശുകാരൻ ഇവിടെ ഡൽഹിയിലെത്തിയിരുന്നു. അവിടെ പാർലമെൻറ്റിന് സമീപം വന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചിരുന്നു. പാർലമെൻറ്റിനകത്തന്ന് കയറാൻ ഈ സാഗർ ശർമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർ 4 പേരും കൂടി കഴിഞ്ഞ ഈ 10-ാം തീയതി ഡൽഹിയിലെത്തി ഇന്ത്യ ഗേറ്റിന് സമീപം ഇരുന്ന് പ്രാഥമിക കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം അവർ ഗുരുഗ്രാമിലെ വിക്കി ശർമ്മയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഈ ലളിത് ഷാ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയും പിന്നെ ഇന്നലെ രാവിലെയോടുകൂടി 9 മണിയോടുകൂടി ഇവർ പാർലമെൻറ്റിന് സമീപം എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ലളിത് ഷായാണ് ഇതിനകത്ത് മുഖ്യ സൂത്രധാരൻ എന്ന രീതിയിൽ വാർത്ത വരുന്നു. അയാൾ പിടിയിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ബി ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ കൈമാറിയത്.